എൻ്റെ പേര് ജെബിൻ ബിജു. ഞാൻ മോഡൽ പോളിടെക്നിക് കോളേജ് പൈനാവിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അഞ്ജു സിജു. എൻ്റെ പേര് രാഹുൽ സിജു. എൻ്റെ പേര് ആഷ്ലി വിൽസൺ. ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്നത് വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റമാണ്. ഈ പ്രൊജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനുഷ്യർക്കും അതുപോലെ തന്നെ ജന്തുക്കൾക്കും മറ്റുള്ളവർക്കെല്ലാം അത്യാവശ്യമായ ഒരു കാര്യമാണ് വെള്ളമെന്ന് പറയുന്നത്. ഇന്നത്തെ ഈ കാലത്ത് അത് മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു പോംവഴിയായിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി സെൻസർ, pH സെൻസർ, ടെമ്പറേച്ചർ സെൻസർ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു GSM മൊഡ്യൂള്, ES32 ബോർഡ്, ഇത്രയാണുള്ളത്. ഈ സിസ്റ്റത്തിൽ വർക്കിംഗ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ 3 സെൻസേഴ്സ് യൂസ് ചെയ്ത് റീഡിങ് എടുക്കുന്നു. ആ റീഡിങ്സ് ESP32 സെൻസർ ബോർഡിൽ കൊടുക്കുന്നു. ആ ബോർഡിലൂടെ കളക്ട് ചെയ്ത് ഡേറ്റ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഹാമിങ് കണ്ടൻറ്റ് ആ ലെവൽ വരുമ്പോഴത്തേനും വരുന്ന ടൈമിൽ GSM മൊഡ്യൂൾ വഴി യൂസറിനെ അലേർട്ട് ചെയ്യുന്നു. അതാണ് ഇതിൽ വർക്കിംഗ് ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം ചെയ്ത രീതിയിലുള്ള ചെയ്ത ത്രെറ്റ് ലെവലിൽ കൂടുകയാണെങ്കിൽ അതിനെ മെസ്സേജായിട്ട് നമുക്ക് അലേർട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി 10-ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ചെളിവെള്ളത്തിൻ്റെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ലെവലാണ്. പിന്നെ pH 8-ലും ടെമ്പറേച്ചർ 35 എബോവ് ആണ് കൊടുക്കുന്നത്. അതിന് എബോവ് ആയി കഴിഞ്ഞാൽ അലേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നതിന് മുൻപായി വരെ നമുക്ക് ടെമ്പറേച്ചർ കിട്ടുന്നത് റൂം ടെമ്പറേച്ചർ ആയിരിക്കും. ഡിപ്പ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് വാല്യൂസ് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ റീഡിങ്സ് ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ത്രെറ്റ് ലെവൽ എക്സീഡ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അലേർട്ട് പോകുന്നത്. ഇതൊരു ക്ലീൻ വാട്ടർ ആയതിനാൽ നമുക്ക് ത്രെറ്റ് ലെവൽ അല്ലാത്ത റീഡിങ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ 3 സെൻസേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ കൂടുതൽ സെൻസേഴ്സ് യൂസ് ചെയ്ത് കൂടുതൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ രാസപദാർത്ഥങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഇതിൽ തന്നെ ഇൻബിൽട്ടായിട്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എവിടെ വെള്ളം കൊണ്ടുപോയിട്ട് വാട്ടറിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്.